വൈകുന്നേരം എന്താ നമ്മൾ മുട്ടയൊക്കെ പുഴുങ്ങിയെടുക്കുന്നുണ്ട്. അപ്പോൾ എന്താ പരിപാടി എന്നല്ലേ, വേറെ ഒന്നല്ല. വൈകുന്നേരങ്ങളിൽ ചിലപ്പോൾ കാലത്ത് വെച്ച് ചോറ് തികയാണ്ട് വരുമ്പോൾ ഇപ്പോൾ കുറച്ച് ചോറുണ്ട് എന്നുണ്ടെങ്കിൽ ഹസ്ബൻഡിന് ചോറാട്ടോ ഇഷ്ടം. ആൾ ബിരിയാണി ഒന്നും കഴിക്കില്ല. അപ്പോൾ ഞങ്ങൾ എളുപ്പത്തിനൊരു തട്ടിക്കൂട്ട് ബിരിയാണി ഉണ്ടാക്കും. ചിലപ്പോൾ എല്ലാ സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല. ഉള്ളത് വെച്ച് നല്ല ടേസ്റ്റിൽ അങ്ങോട്ട് ഒരു ബിരിയാണി ഉണ്ടാക്കും. തമാശയല്ല കേട്ടോ, നല്ല ടേസ്റ്റാട്ടോ ഈ ഒരു തരത്തിൽ ബിരിയാണി ഉണ്ടാക്കി കഴിഞ്ഞാൽ. അപ്പോൾ വെജാട്ടോ വയ്ക്കുന്നത്. അപ്പോൾ ഒരു ക്യാരറ്റ് ഉണ്ട് നമ്മൾ ഫ്രിഡ്ജിൽ തപ്പിയപ്പോൾ. പിന്നെ കുറച്ച് സബോള ഉണ്ട് കേട്ടോ. അപ്പോൾ ക്യാരറ്റിൻ്റെ തൊണ്ടൊക്കെ കളഞ്ഞെടുത്തുണ്ട്. സബോള 3 ആവശ്യമൊന്നുമില്ല, നമുക്ക് 2 ആവശ്യമുള്ളൂ. 3 എത്തുന്നുള്ളൂ കേട്ടോ. തൊണ്ടൊക്കെ കളഞ്ഞെടുക്കാം. അപ്പോൾ വേറെ ചിക്കൻ കറിയോ വേറെ ഒന്നും വേണ്ട. ഒരു സർലാസ് ഉണ്ടെങ്കിൽ അത് മാത്രം കൂട്ടി കഴിക്കാൻ പറ്റുന്നൊരു സൂപ്പർ ടേസ്റ്റി ബിരിയാണി കേട്ടോ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കണ്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മളിത് 1K ഫാമിലി മെമ്പേഴ്സ് ആവാറായി. ഇനിതാ നമ്മൾ അധികം വൈകാതെ ക്രിസ്മസ് ഒക്കെ അല്ലേ വരുന്നത്. അപ്പോൾ കേക്കിൻ്റെ വീഡിയോസൊക്കെ എളുപ്പത്തിലിടാം കേട്ടോ. സിമ്പിളായിട്ട് ആർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലുള്ള കേക്കിൻ്റെ കേട്ടോ. നല്ല ടേസ്റ്റാണ്. കഴിച്ചവരൊക്കെ ഒരുപാട് കമൻറ്റ്സ് വന്നിട്ടുള്ളതാണ്. അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം അത് ഇടാം കേട്ടോ. പിന്നെ സബോളൊക്കെ തൊണ്ട് കളഞ്ഞ് വൃത്തിയാക്കി കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനെ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഇവിടെ ബിരിയാണി ഉണ്ടാകുമ്പോൾ എന്തായാലും സർലാസ് ആവശ്യം കേട്ടോ. അപ്പോൾ കഴിയുമ്പോൾ സ്റ്റാർ എന്താണെന്നറിയോ, അവന് ഇഷ്ടപ്പെട്ട ഫുഡാട്ടോ ബിരിയാണി. ചോറ് കഴിക്കാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ ബിരിയാണി ഉണ്ടാക്കണ തന്നെ അമ്മ ഫുഡ് ഉണ്ടാക്കുമ്പോൾ അമ്മയ്ക്ക് ഇന്ന് സ്റ്റാർ എന്ന് പറഞ്ഞിട്ട് ഒട്ടിച്ചെന്താട്ടോ. അവൻ്റെ സ്കൂളിൽ എക്സാമിന് മാർക്കൊക്കെ കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ മാം സ്റ്റാർ ഒട്ടിച്ച് കൊടുക്കുമെന്ന് പറയും. അപ്പം അമ്മ ഇന്ന് അവനിഷ്ടമുള്ള കാര്യം ചെയ്യുന്നത് കാരണം അമ്മയ്ക്ക് ഞാനോ സ്റ്റാർ തന്നെയെന്ന് പറഞ്ഞാൽ ഒട്ടിച്ചെന്താണ്. അപ്പോൾ സബോളയൊക്കെ കുഞ്ഞിതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ സർലാസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാട്ടോ. അതിനെ ഞാനൊരു പാത്രത്തിലാക്കി അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പ്, അതുപോലെ കുറച്ച് ഇഞ്ചി ചതച്ചതും കൂടിയിട്ട് നന്നായി കൈ വെച്ചങ്ങോട്ട് റെഡി എടുക്കാം. പച്ചമുളക് ഇട്ട് കഴിഞ്ഞാൽ കൈ ഞെരടുമ്പോൾ കൈ നീറുമല്ലോ. അത് തന്നെയാണ് പച്ചമുളക് നമ്മൾ വെറുതെ ലാസ്റ്റ് എരിഞ്ഞ് ചേർക്കുന്നുള്ളൂ കേട്ടോ. അതെ 2 പച്ചമുളകാണ് എടുത്തേക്കുന്നത്. ഈ ഒരു മുളകിന് അധികം എരിവില്ല കേട്ടോ. അത് കാരണം സുഡുവിനും കുഞ്ഞാറ്റയ്ക്കും വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല കേട്ടോ കഴിക്കാനായിട്ട്. എരിവ് കൂടുതലായി അവർ കഴിക്കില്ല. പിന്നെ സർലാസിൽ ഞാൻ കുക്കുംബർ അരിഞ്ഞ് ചേർക്കാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സുഡുക്കിന് അതെ ഒത്തിരി ഇഷ്ടമാണ് കുക്കുംബർ. അവൻ വെറുതെ കഴിക്കിയിരുന്നു സാലഡ് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ക്യാരറ്റും കുക്കുംബറൊക്കെ. അതും കൂടി ഇട്ടിട്ട് നമ്മൾ തൈര് ഒഴിച്ച് കൊടുക്കുകയാണ്. നല്ല തൈരാട്ടോ, മിൽക്കി മിസ്റ്റിൻ്റെത്. പിന്നെ നമ്മളടുത്ത് വീടുന്ന തൈര് വാങ്ങാറെന്ന് പറയാറില്ലേ, അത് കഴിഞ്ഞു. അതിൻ്റെ ഡപ്പിയാട്ടത് ഇപ്പോൾ ലാസ്റ്റ് കംപ്ലീറ്റ് ചെയ്ത്. അത് കുറച്ചുണ്ടായിരുന്നുള്ളൂ, അത് കളയണ്ടാന്ന് ഇത് കുറച്ച് ചേർത്ത് കൊടുത്തതാണ്. ഇതിപ്പോൾ ഈ ഒരു പാക്കറ്റിൽ പുളി കുറവായ കാരണം നമ്മൾ ഫ്രിഡ്ജിലുണ്ടായിരുന്ന ഡപ്പിയിലുള്ള തൈരിന് അത്യാവശ്യം പുളി ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് കുറച്ച് പുളിയൊക്കെ വേണം സർലാസിന്. ഒട്ടും പുളിയില്ലാത്തതൊന്നും എനിക്കിഷ്ടമല്ല കേട്ടോ. അങ്ങനെ ഇത് റെഡി ആയിട്ടുണ്ട്. ഇതവിടെ ഒരു സൈഡിലിരിക്കട്ടെ. ഇനിതാ വീണ്ടും നമ്മൾ സബോള കട്ട് ചെയ്യാട്ടോ. ഇനി അത് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ നീളത്തിൽ അരിഞ്ഞെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ 2 കട്ട് ചെയ്തിട്ട് ഇതേപോലെ അരിഞ്ഞെടുക്കാം കേട്ടോ. ഇതേപോലെ ആക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സബോള വാടി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇതേപോലെ നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തേക്കുന്നത്. ഇനി സബോള അവിടെ വെച്ചിട്ട് നമുക്ക് നമ്മുടെ ക്യാരറ്റിനും കൂടി ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. പിന്നെ ഞാൻ ഗ്രീൻ പീസ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും നമ്മൾ എടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു ബിരിയാണിക്ക്. പിന്നെ നിങ്ങളുടെ കയ്യിൽ പച്ചക്കറി എന്തിട്ടാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ അത് ചേർക്കാം. പിന്നെ ഈ ഒരു ബിരിയാണിയുടെ പ്രത്യേകത നമ്മൾ എസൻസോ അതേപോലെ നെയ്യോ കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല. ബിരിയാണി എന്ന് പറയുമ്പോൾ നെയ്യ് എസൻസൊക്കെ ഇല്ലാണ്ട് എന്ത് ബിരിയാണി എന്ന് വിചാരിക്കുന്നുണ്ടാവില്ലേ. പക്ഷെ അതൊന്നും ഇല്ലാതെ നല്ല സൂപ്പർ ടേസ്റ്റുള്ള ബിരിയാണി കേട്ടോ. അത്ര ടേസ്റ്റായ കാരണമാണ് വീണ്ടും പറയുന്നത്. ഒരു പ്രാവശ്യമെങ്കിലും എല്ലാവരും ട്രൈ ചെയ്യുന്നതിലൊന്ന് ഫീഡ്ബാക്ക് അറിയിക്കണം. അതൊക്കെ അരിഞ്ഞ് വെച്ചതിന് ശേഷം ഞാൻ നമ്മുടെ പട്ട, ഗ്രാമ്പൂ, ഏലക്ക, കറുകാപ്പട്ട ഇല്ല കേട്ടോ. പിന്നെ നമ്മുടെ ഫ്ലവർ ഇല്ലേ, തക്കോലെന്നാണ് പറയാൻ തോന്നുന്നു. പിന്നെ ഒരു ചെറിയ കഷ്ണം ജാതിപത്രി ഉണ്ടായിരുന്നില്ല, അപ്പോൾ ജാതിക്കയുടെ കഷ്ണം ചെറിയ കഷ്ണം എടുത്താൽ. അരി കണ്ട അരി നമ്മൾ ലൂസാണ് വാങ്ങാറ്. ഇവിടെ തൃശ്ശൂർ ടൗണിൽ മാർക്കറ്റിൽ പോകുമ്പോൾ ജയ്ഹിന്ദ് മാർക്കറ്റിൽ നിന്നാണ് കേട്ടോ നമ്മൾ മിക്കപ്പോഴും പലചരക്ക് സാധനങ്ങൾ വാങ്ങാറ് കേട്ടോ. ആദ്യം 2 ഗ്ലാസ് ഇടാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ നോക്കുമ്പോൾ അതിലൊരു തുണ്ടുള്ളൂ. അപ്പോൾ ഒരു തുണ്ടായിട്ട് ബാക്കി വെക്കേണ്ടെന്ന് എഴുതിയിട്ട് അത് മൊത്തത്തിൽ അങ്ങോട്ട് കമഴ്ത്തി കൊടുത്തു. ഇനി ഇത് കഴുകി വൃത്തിയാക്കി എടുക്കാം കേട്ടോ അരി. പിന്നെ
കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഡാൽഡ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഡാൽഡ ഇല്ലയെന്നുണ്ടെങ്കിൽ നെയ്യ് ഉണ്ടെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുത്താൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ നെയ്യൊന്നുമില്ല. അപ്പോൾ നെയ്യൊന്നും ഒഴിക്കാതെ ഇങ്ങനെ സിമ്പിളായിട്ട് ഉണ്ടാക്കാമെന്നാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഡാൽഡയും കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് സബോള നമ്മൾ ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആ സബോള നന്നായി ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ സബോള വഴറ്റാനാണ് കുറച്ച് സമയം പോകട്ടോ. എനിക്ക് ഭയങ്കര മടിയാണ് സബോള വഴറ്റാനായിട്ട്. അങ്ങനെ സബോള വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് കോരി മാറ്റാം. പിന്നെ അണ്ടിപ്പരിപ്പൊക്കെ വാങ്ങി വെച്ചാൽ ഇവിടെ അധികം ഇരിക്കില്ല, രണ്ടാളും ഇടയ്ക്കിടയ്ക്ക് വരുത്തിന്നും. പിന്നെ അവർക്ക് അധികം ഇഷ്ടമില്ലാത്ത സംഭവം കേട്ടോ ബദാം. ഇത് ആരോ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടായത്, അത് ഫ്രിഡ്ജിൽ അങ്ങനെ ഇരിക്കണ്ടേ ആരും കഴിക്കാതെ. അപ്പോൾ അത്യാവശ്യം വിലപിടിപ്പുള്ള സംഭവമല്ലേ, കളയണ്ടാന്ന് ഇത് ഞാൻ അങ്ങനെ എടുത്ത് വെച്ചിട്ട് ഇതേപോലെയൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ വറുത്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതങ്ങോട്ട് കാലിയായി പൊക്കോളൂ കേട്ടോ. അപ്പോൾ കപ്പലണ്ടിയും അതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കപ്പലണ്ടി തൊണ്ട് കളഞ്ഞ് വറുത്ത കപ്പലണ്ടി തന്നെയാണ് കേട്ടോ. എന്നാലും ചുമ്മാ ഒന്ന് ആ ഓയിലിൽ കിടന്നൊന്ന് ഫ്രൈ ആക്കി എടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ. പിന്നെ അതൊക്കെ കോരി മാറ്റിയതിന് ശേഷം നമ്മൾ മസാലകളില്ലേ, പട്ടയും ഗ്രാമ്പും പിന്നെന്താ പെരിഞ്ചീരകമൊക്കെ അതിട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് നല്ല സ്മെല്ലായിട്ടത് മൂത്ത് വരുമ്പോൾ. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു പച്ചമുളക് ചേർത്ത് കൊടുത്തേക്കുന്നുണ്ട്. അധികം എരിവായി കഴിഞ്ഞവർ കഴിക്കില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഈ എരിവൊക്കെ ഇഷ്ടമുണ്ടെന്ന് വെച്ചാൽ 2 പച്ചമുളക് 3 പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഒരു ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് എന്ന അളവിൽ നമുക്ക് കറക്റ്റായിട്ട് വെള്ളം ഒഴിക്കുക. അപ്പോൾ ഞാൻ നമ്മുടെ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് എന്ന അളവിൽ 1 ഗ്ലാസ് വെള്ളത്തിൻ്റെ അളവ് കുറച്ചിട്ട് 1 ഗ്ലാസ് പാലാട്ടോ ഒഴിച്ച് കൊടുത്തേക്കുന്നത്. സാധാ നമ്മുടെ പശുവും പാലില്ലേ, ഇത് പാക്കറ്റ് പാലില്ലേ, അതാട്ടോ ഒഴിച്ച് കൊടുത്തേക്കുന്നത്. അപ്പം പാലില്ലെങ്കിലും വെള്ളം മാത്രം ഒഴിച്ചിട്ടാക്കിയാലും കുഴപ്പമില്ല. പക്ഷേ പാൽ വയ്ക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ. അരിക്ക് നല്ല സോഫ്റ്റായിട്ട് നമ്മൾ കടയിൽ നിന്ന് റൈസ് മാത്രം വാങ്ങില്ലേ, ആ ഒരു ഫീല് കിട്ടും കേട്ടോ. പിന്നെ ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്ന് തിളയ്ക്കട്ടെ. അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും പുതിനയിലയും അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയൊരു കളറിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി ആയിട്ട് ചേർത്ത് കൊടുത്തേക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ കഴുകി വെച്ച അരിയില്ലേ, അതിട്ട് കൊടുത്തു. ഇനിയൊരു 2 വിസിൽ. അപ്പോൾ ഉപ്പ് നോക്കുമ്പോൾ ഉപ്പ് കുറവാന്ന് തോന്നി കഴിഞ്ഞിട്ട് അരി ഇട്ടിട്ട് ഉപ്പ് നോക്കാം, ഏകദേശം അറിയാമല്ലോ നമുക്ക്. അപ്പോൾ ഉപ്പ് കുറവായ കാരണം ഞാൻ കുറച്ചും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് 2 വിസിൽ മതി. അപ്പോൾ എനിക്ക് ബോറടിയൊന്നും ഇല്ല അടുക്കളയിൽ. എൻ്റെ സമയം അടുക്കളയിലത്തെ പെട്ടെന്ന് പോകാൻ നേരുണ്ടായാൽ മതി കേട്ടോ. അങ്ങനെ 2 അടി അടിച്ചതിന് ശേഷം നമ്മൾ ഫുള്ളായിട്ട് അതിൻ്റെ പ്രഷർ പോകാൻ വെയിറ്റ് ചെയ്തില്ല. അതിന് മുന്നേ തന്നെ നമ്മൾ തുറന്നു കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നന്നായി വെന്ത് ഉടയുന്ന പോലെയായി പോകും നമ്മുടെ റൈസ്. അത് കാരണം ബാക്കിയുള്ളത് ഞാൻ കൈവച്ചിൻ്റെ പോലെ അതിൻ്റെ പ്രഷറൊക്കെ തുറന്ന് കളയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല സ്മെല്ലാട്ടോ നമ്മുടെ ബിരിയാണിക്ക്. കാണാൻ തന്നെ നല്ലൊരു ലുക്കില്ലേ. ശരിക്കും കടയിൽ നിന്ന് വാങ്ങുന്ന ആ ഒരു ബിരിയാണി റൈസ് മാത്രമല്ലേ, അതിൻ്റെ ശരിക്കും ആ ഒരു ഫ്ലേവറാട്ടോ ഈ ഒരു റൈസിന്. പിന്നെ ഇപ്പോൾ കാണുമ്പോൾ നമുക്ക് കുറച്ച് ഇങ്ങനെ വേവ് കൂടുതലുള്ള പോലെ തോന്നും. വേവ് കൂടുതലൊന്നുമില്ല. പിന്നെ നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ബദാമും കപ്പലണ്ടിയും അതേപോലെ തന്നെ സബോളയും, അത് മൊത്തത്തിലേക്ക് ഇതിലിട്ട് കൊടുക്കുക. പിന്നെ കുറച്ചുകൂടെ മല്ലിയിലയും പുതിനയിലയും കൂടി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതിനെ നന്നായി ഒന്ന് മിക്സാക്കാം. പിന്നെ നമ്മൾ വേറെ എസൻസും കാര്യങ്ങളൊന്നും ഒഴിച്ചിട്ടില്ല, കണ്ടില്ലേ. അതേപോലെ ബട്ടറോ നെയ്യോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല കേട്ടോ, കണ്ടോ. പിന്നെ ഇതൊന്ന് മിക്സാക്കിയതിന് ശേഷം നമ്മളിങ്ങനെ അടച്ചു വയ്ക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അടച്ചു വെച്ച് കഴിഞ്ഞാൽ റൈസ് ഒരു പോലെ ആയി പോകും. അപ്പോൾ ആവി പോകുന്നത് വരെ നമ്മൾ തുറന്ന് വയ്ക്കുക കേട്ടോ ചെയ്യുന്നത്. സാധാരണ നമ്മൾ എല്ലാവരും കൂടി മിക്സാക്കിയിട്ട് ഒരു 5-10 മിനിറ്റ് എന്തെങ്കിലും ഒരു അടപ്പ് വെച്ച് മൂടല്ലേ ചെയ്യാറ്. ഇതങ്ങനെയൊന്നും ചെയ്യുന്നില്ല. അങ്ങനെ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് വേണ്ടി ഒരു കൊതിയനും കൊതിച്ച് ഇടയ്ക്കിടയ്ക്ക് വന്ന് അടുക്കളയിൽ വന്ന് നോക്കൂട്ടോ റെഡിയായോ എന്ന് നോക്കിയിട്ട്. അവർക്ക് ചോറിനേക്കാളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇതേപോലെ റൈസ് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ നന്നായി കഴിക്കും ചെയ്യും കേട്ടോ. അപ്പോൾ ഫുഡൊക്കെ കഴിക്കാൻ മടിയുള്ള നമ്മുടെ മക്കൾക്ക് ഇതേപോലെയൊക്കെ വെറൈറ്റി ആയിട്ട് ചെയ്ത് കൊടുക്കുക. നല്ല എളുപ്പമല്ല ചെയ്യാനായിട്ട്, വേറെ കറിയുടെ ഒന്നും ആവശ്യമില്ല.
അപ്പോൾ ഫസ്റ്റ് ഇവർക്കാണ് കേട്ടോ ഫുഡ് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ അവർക്ക് 2 ദിവസം മുന്നേ ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് നല്ല ഇലയില്ലാത്ത പീസൊക്കെ നോക്കി മാറ്റി വെക്കാറുണ്ട് കേട്ടോ. അത് കുറച്ച് ശേഷം അവർക്ക് വറുത്ത് കൊടുക്കുക ചെയ്യാറ്. കണ്ട നല്ല കളർഫുള്ളല്ലേ. അങ്ങനെ ദേ അവരുടെ 2 ആൾക്കും കൂടി ഞാൻ ഒരുമിച്ച് വാരി കൊടുക്കുക ചെയ്യാറ് കേട്ടോ. പിന്നെ ഒരു മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മുട്ടയും കുറച്ച് ചിക്കൻ്റെ പീസും സർലാസും. സർലാസ് വയ്ക്കട്ടെ? കുക്കുംബർ ഇട്ടേ? കുക്കുംബർ ഇട്ടിട്ടുള്ള സാലഡാണ് ഇഷ്ടമല്ലേ? ഇല്ല പിന്നെ. അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഉറപ്പായിട്ടും ഫീഡ്ബാക്ക് അറിയിക്കണേ.